നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അതുപോലെ നിൽക്കുന്നു. അതിൽ കുറച്ച് പേരൊന്നും വരുന്നില്ല എന്ന് കൺഫേം ആയിട്ടുണ്ട്. ആ ലിസ്റ്റ് നമ്മളിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പേര് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ചിലവർ വരുന്നില്ല എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതാദ്യം നമുക്ക് മുമ്പ് പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പിന്നീട് ആരൊക്കെ വരുന്നില്ല എന്ന് നമ്മൾ അറിയുന്നത്. അതായത് വീണ മുകുന്ദൻ നമ്മളെല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ വീണ മുകുന്ദൻ ഈ വട്ടത്തെ ബിഗ് ബോസിനകത്ത് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീണ മുകുന്ദൻ. അതുപോലെ തന്നെ യാദിലം ഇക്ബാൽ ഈ പ്രാവശ്യം വിളിച്ചിട്ടേ ഇല്ല എന്നറിയുന്നു. മനസ്സിലായോ? ജീവ നമ്പ്യാർ ഇല്ല എന്നറിയുന്നു. പിന്നെ അതുപോലെ നിവേദ ആന്റണി, ഞാനും പ്രഡിക്ഷൻ ലിസ്റ്റിലിട്ട ഒരു പേരാണ് നിവേദ ആന്റണി. ഇപ്പം നിവേദ ആന്റണിയെ വിളിച്ചിട്ടില്ല, വരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കൺഫർമേഷൻ അറിഞ്ഞില്ല. എന്തായാലും ഈ പറയുന്ന വീണ മുകുന്ദന് നമുക്കൊരു 100% ഉറപ്പിക്കാം. വീണ മുകുന്ദൻ എന്തായാലും ഈ പ്രാവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 2-3 പേരുകൾ അല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പുതിയ 2-3 പേരുകൾ. ആ പേരുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പേര് ഒരു റിയ മാത്യു എന്ന് പറയുന്ന ഒരു മോഡലാണ്. എനിക്ക് വലിയ പിടുത്തം. എനിക്ക് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് റിയ മാത്യു. ഞാനിവിടെ കൊടുക്കാം. ഇൻസ്റ്റയിലൊക്കെ തപ്പി നോക്കിയിട്ട് സംഭവത്തിനെ ഞാൻ കണ്ടില്ല. റിയ മാത്യു എന്നാണ് പേര്, മോഡലാണ്. ഏതാണ്ട് കൺഫേം ആണെന്ന് അറിയുന്നു. ഇവർക്ക് ആർക്കും കൺഫർമേഷൻ, ഈ കൺഫേം ആണെന്ന് അറിയുന്നത് നിങ്ങൾ വിചാരിക്കും 100%. അങ്ങനെയല്ല, കൺഫർമേഷൻ അവർക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ സോഴ്സ് വഴി നമ്മൾ അറിഞ്ഞത് ഇവർക്ക് ഏതാണ്ട് നല്ല രീതിയിൽ കൺഫർമേഷൻ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് റിയ മാത്യു ഫോട്ടോ കണ്ടല്ലോ. അതുപോലെ തന്നെ ആക്ടറായ നവാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യമൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്ന ആളാണ് ഈ നവാസും ഈ വർഷത്തെ അതായത് സീസൺ 6 ഏതാണ്ട് കൺഫേം ആണെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ് നവാസ്. പിന്നെ മറ്റൊരു ആക്ടറിന്റെ പേരും കൂടി കിട്ടുന്നുണ്ട്, ഈ അഖിൽ ആനന്ദ്. അത് ഞാൻ ഇവിടെ കൊടുക്കാം. അഖിൽ ആനന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അഖിൽ ആനന്ദ് നിങ്ങൾക്ക് അറിയാം, ഏതൊക്കെ സീരിയലിൽ വില്ലൻ റോളൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ ഈ വലിയ സീരിയലോട്ട് വലിയ ബന്ധമില്ലാത്തതെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന അഖിൽ പിന്നീട് ആനന്ദ് എന്ന് പറയുന്ന പുള്ളിക്കും ഈ പറഞ്ഞ പോലെ കോള് പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ആർ ജെ ആയ ലുലു എന്ന് പറയുന്ന ഒരു ആർ ജെ, അവർക്കും കോള് പോയി ഏതാണ്ട് 2 കോള് വരെ പോയിട്ടുണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ ഇവരെ നവാസ്, റിയ മാത്യു, ഈ പറഞ്ഞവരൊക്കെ 2 പേരും ഏതാണ്ട് കൺഫർമേഷൻ ആയി എന്ന് പറയാം. അതിൻ്റെ കൂട്ടത്തിൽ കൺഫർമേഷൻ ആയി എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ബീന ആന്റണിയുടെ പേര് പറയപ്പെടുന്നുണ്ട്. പിന്നീട് ബീന ആന്റണി ആദ്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ബീന ആന്റണി പിന്നീട് ഭർത്താവിൻ്റെ എന്തോ പ്രശ്നത്തിലില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഏതാണ്ട് കൺഫേം ആയി എന്നാണ്. അവർക്കറിയത്തില്ല. നമുക്ക് കിട്ടിയ സോഴ്സ് വഴി ബീന ആന്റണി ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് ഉറപ്പിക്കാമെന്ന് പറയുന്ന ഒരു പേരാണ് ബീന ആന്റണി. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞ 4 പേരുകളാണ്. അതായത് നവാസ്, റിയ മാത്യു, അഖിൽ ആനന്ദ്, പിന്നെ ഈ പറഞ്ഞ ആർ ജെ ലുലു എന്ന് പറയുന്ന ലുലുവിൻ്റെ കേസ് കോള് പോയിട്ടേ ഉള്ള കൺഫർമേഷൻ ഒന്നുമില്ല. ഈ പറയുന്ന റിയ മാത്യുവിനും അഖിൽ ആനന്ദ്, റിയ മാത്യുവിനും ബീന ആന്റണി, അവർക്കൊക്കെ കൺഫർമേഷൻ ഏതാണ്ട് ഉറപ്പിച്ചതുപോലെയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയുള്ള ബിഗ് ബോസ് അപ്ഡേഷനുമായിട്ട് നമ്മൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നു, ഇനിയിപ്പോഴും വീട്ടിലില്ല. എങ്കിലും അവിടെ വെച്ച് ജോലി സ്ഥലത്ത് വെച്ചെങ്കിൽ എനിക്ക് വീഡിയോസ് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള ഈ പറയുന്ന അപ്ഡേഷനുകൾ അല്ലെങ്കിൽ പറയുന്ന പേരുകളൊന്നും വെറുതെ വായിൽ നിന്നോ അല്ലെങ്കിൽ കറക്കിക്കുത്തിയോ പറയുന്ന പേരുകളൊന്നുമല്ല. ഇത് കോള് പോയിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ബീന ആന്റണിയൊക്കെ ആയേക്കാളും ഏതാണ്ട് കൺഫർമേഷൻ ആയി എന്ന് നമുക്ക് തരുന്ന സോഴ്സിൽ നിന്നൊന്നും അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് പിന്നീട് തെറ്റുകൾ സംഭവിക്കാറുള്ളൂ. അത് അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. മനസ്സിലായോ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ബിഗ് ബോസ്. ഈവൻ അവർക്ക് തന്നെ അവരിപ്പം കുറച്ച് പേരെ അവരിങ്ങനെ നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ മാറിപ്പോവാം. അതുപോലെ തന്നെ അമല ഷാജിയെ വിളിച്ചു എന്ന് പറയുന്നു. ചിലടത്ത് പറയുന്നു അമല ഷാജിയെ വിളിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് കൺഫർമേഷൻ ആയിട്ടില്ല. അമല ഷാജിയുടെ കേസിൽ ഞാൻ ഇതുവരെയായിട്ട് അമല ഷാജിയെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടില്ല. പക്ഷേ ഒന്നിനടുത്ത് നിന്ന് അമല ഷാജി ഏതാണ്ട് 50% കൺഫേം ആണെന്ന് പറയുന്നു. ചില അടുത്ത് ചോദിക്കുമ്പോൾ അവളെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൺഫേം കിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, യുവമിഥുനങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരാളെ വിളിച്ചു വന്ന് ചെറിയൊരു സൂചന കിട്ടുന്നു. ആ പേര് ഞാൻ പറയുന്നില്ല. അത് വന്നു കഴിഞ്ഞാൽ ഒരു ഇളക്കം സൃഷ്ടിക്കും. ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6
ഒന്ന് ഇളകും ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ. അതിൻ്റെ പേര് ഞാൻ എന്തായാലും നോക്കട്ടെ, ഈ ആഴ്ചക്കകത്ത് അത് കൺഫേം ആണെങ്കിൽ മാത്രമേ ഞാൻ അത് വെളിപ്പെടുത്താം. അങ്ങനെ ഒരാളുടെ പേര് കേൾക്കുന്നുണ്ട്, വരട്ടെ എന്നുള്ളതാണ്. എങ്കിൽ യുവമിഥുനങ്ങൾ എന്തായാലും ചാടിത്തുള്ളി വന്നിരിക്കും. കുറേ ഒരു ലോഡ് കണ്ടന്റ് ആ കക്ഷി വഴി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ പേരുടനെ ഇന്ന് കിട്ടണമെങ്കിൽ ഇന്ന്, നാളെ ആണെങ്കിൽ നാളെ. കോഡ് പോയെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് കൺഫേം അല്ലാത്തതുകൊണ്ട് ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.